കർത്താവ് എന്തി പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവ് അവനെ തൊട്ടു. കർത്താവ് അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുഷ്ഠമെല്ലാം മാറി. അവന് സുഖപ്പെട്ടു. അവന് സൗഖ്യപ്പെട്ട വ്യക്തിയായിട്ട്, അനുഗ്രഹിക്കുക രക്ഷപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അപ്പം നമ്മളിലെ കുഷ്ഠം മാറണമെങ്കിൽ നമ്മളെ ആര് തൊടണം? കർത്താവ് തൊടണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തൊടാതെ ആര് തൊട്ടാലും കുഷ്ഠം മാറും. ആരിടപെട്ടാൽ, ആരുപദേശം തന്നാലും അവിടെ ഒന്നും ഒരു കുഷ്ഠവും മാറില്ല. ദൈവയുടെ കുഷ്ഠം അവിടെ നിന്ന് നമ്മളുള്ള സ്വാർത്ഥത, അഹംഭാവം, അഹങ്കാരം, അശുദ്ധി, വ്യഭിചാരം, മ്ലേച്ഛത, ധനാസക്തി, തിന്മയുടെ സ്വാധീനം, ഇതെല്ലാം നമ്മളെ വിട്ടുപോകണമെങ്കിൽ ആര് തൊടണം? കർത്താവ് തൊടണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തൊട്ടെങ്കിൽ മാത്രമേ മാറ്റൂ. അതാണ് മാനസാന്തരം ഉണ്ടാകുന്ന പോലും ദൈവം തൊടുന്നത്. പരിശുദ്ധാത്മാവ് തൊടുന്ന മാനസാന്തരങ്ങൾ അതെപ്പോഴും നിലനിൽക്കുന്ന കാണാൻ പറ്റും.